ഒരിക്കൽ നമ്മുടെ സൂര്യൻ നശിക്കും. അന്ന് സൂര്യൻ ഭൂമിയെ വിഴുങ്ങുകയും ചെയ്യും. അതിനു മുന്നേ നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റം ഉപേക്ഷിച്ച് മറ്റൊരു നക്ഷത്ര വ്യൂഹം തേടി പോകേണ്ടി വരും. പക്ഷേ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനാകില്ല. കുറെ പേര് സ്പേസ് ഷിപ്പുകളിൽ കയറി രക്ഷപ്പെടും. എന്നാൽ ഭൂരിപക്ഷം പേരും ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുകയും സൂര്യന്റെ ഉള്ളിലായി കൊല്ലപ്പെടുകയും ചെയ്യും. മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ അവസ്ഥയും ഇതുതന്നെ. അങ്ങനെ അതോടെ ഭൂമിയും ഭൂമിയിലെ സകല ജീവനും അവസാനിക്കും. ഇനി ഒരുപക്ഷെ എല്ലാ മനുഷ്യരും സ്പേസ് ഷിപ്പുകളിൽ കയറി രക്ഷപ്പെട്ടാലും ഭൂമിയെ പോലത്തെ മറ്റൊരു ഗ്രഹം കണ്ടെത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഭൂമിയിലെ സമുദ്രങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, അന്തരീക്ഷം, മഴക്കാടുകൾ അങ്ങനെ ഒന്നും തന്നെ കൃത്യമായും മറ്റൊരു ഗ്രഹത്തിൽ ഉണ്ടായിരിക്കില്ല. ഇതൊന്നുമില്ലാതെ മനുഷ്യർക്ക് സമൃദ്ധമായി ജീവിക്കാനുമാകില്ല. മറ്റൊരു ഗ്രഹത്തിൽ അതിജീവിക്കാം എന്നതിലുപരി അത് ഭൂമിക്ക് തുല്യമാകില്ല. എന്നാൽ സ്പേസ് ഷിപ്പുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം ഭൂമിയെ തന്നെ ഒരു സ്പേസ് ഷിപ്പാക്കി മാറ്റിയാലോ? അതായത് ഭൂമിയെ തന്നെ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് കൊണ്ടുപോയാലോ? അങ്ങനെ ചെയ്താൽ ഭൂമിയെയും ഭൂമിയിലെ സകല ജീവനെയും സംരക്ഷിക്കാനാകും. നമുക്കും ഭൂമിയിൽ തന്നെ ജീവിക്കാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സാധ്യമാണോ? കേൾക്കുമ്പോൾ വെറും ഫാന്റസി ആയിട്ട് തോന്നുമെങ്കിലും വാസ്തവത്തിൽ പല ശാസ്ത്രജ്ഞരും വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിച്ച ഒരു കാര്യമാണിത്. അതിനാൽ ഭൂമിയെ സ്പേസ് ഷിപ്പാക്കി മാറ്റാൻ പല വിധത്തിലുള്ള മാർഗങ്ങളും ശാസ്ത്രജ്ഞർ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് അത്യധികം ഭ്രാന്തമായ ആശയങ്ങളാണ്, ചിലത് അപകടകരമായ പരീക്ഷണങ്ങളും, എന്നാൽ മറ്റു ചിലത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാവുന്ന മാർഗങ്ങളുമാണ്. ഈ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂര്യൻ നശിക്കുമെന്നത് വെറും ഒരു സാധ്യതയല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ധനം തീരുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളെയും പോലെ നമ്മുടെ സൂര്യനും നശിക്കും. പക്ഷേ വലിയ നക്ഷത്രങ്ങളെ പോലെ പൊട്ടിത്തെറിക്കില്ല. പകരം പതിയെ പതിയെ വികസിക്കുകയും ഒരു വലിയ ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുകയും ചെയ്യും. അങ്ങനെ മാറുന്ന സമയം ഒരുപക്ഷെ ഭൂമിയെ സൂര്യൻ വിഴുങ്ങിക്കളയും. അഥവാ വിഴുങ്ങിയില്ലെങ്കിലും സൂര്യന്റെ തീവ്രമായ താപനിലയും റേഡിയേഷനുമൊക്കെ കാരണം ഭൂമി വെന്ത് വെണ്ണീറായി പോകും. ഒരു തുള്ളി ജലം പോലുമില്ലാതെ സമുദ്രങ്ങൾ മുഴുവൻ വറ്റും. അന്തരീക്ഷം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഉപരിതല താപനില എന്നത് ലോഹങ്ങൾ പോലും ഉരുകുന്ന അത്രയും തീവ്രമായിരിക്കും. ആകെ മൊത്തത്തിൽ ഭൂമി ഒരു തരത്തിലുമുള്ള ജീവനുമില്ലാത്ത ഒരു പാറ കഷ്ണമായി മാറും. ഇത് വെറുമൊരു നിഗമനമോ സംശയമോ അല്ല. ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കൃത്യമായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇങ്ങനെ നക്ഷത്രങ്ങൾ നശിക്കുന്നത് പ്രപഞ്ചത്തിൽ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സൂര്യൻ നശിക്കുമ്പോൾ മനുഷ്യരാശിക്ക് മുന്നിൽ രണ്ട് മാർഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഭൂമിയെ എന്നേക്കുമായി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഭൂമിയെ തന്നെ മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുക. ഭാഗ്യവശാൽ സൂര്യൻ നശിക്കാൻ ഇനിയും പല ശതകോടി വർഷങ്ങളെടുക്കും. ഭൂമിയെ രക്ഷിക്കാൻ നമുക്ക് അതുവരെ സമയമുണ്ട്. ഭൂമിയെ സ്പേസ് ഷിപ്പാക്കി മാറ്റണമെങ്കിൽ ഭൂമിയിൽ വലിയ എഞ്ചിൻസ് സ്ഥാപിക്കണം. എഞ്ചിൻസ് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ ശക്തിയിൽ ഭൂമി ചലിക്കാൻ തുടങ്ങും. അങ്ങനെ ഭൂമിയെ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് കൊണ്ടുപോകാം. വാണ്ടറിംഗ് എർത്ത് എന്നൊരു ചൈനീസ് സ്കൈഫൈ സിനിമയിലും ഇതേ ആശയം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതവും പ്രായോഗികവുമാണെന്ന് തോന്നും. പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ഇത് ഒട്ടും തന്നെ പ്രായോഗികമല്ല എന്ന് മനസ്സിലാകും. എന്തെന്നാൽ ഭൂമിക്ക് ഏകദേശം 6 സെക്സ്റ്റില്യൺ കിലോഗ്രാം ഭാരമുണ്ട്. ഇത്രയും വലിയൊരു വസ്തുവിനെ ചലിപ്പിക്കാൻ അത്രയേറെ ഭീമാകാരമായ എഞ്ചിൻസ് വേണം. അതിനുവേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സോളം വ്യാസമുള്ള എഞ്ചിൻസ് നിർമ്മിക്കണം. അതും ഒരുപാട് എഞ്ചിൻസ് ആവശ്യമാണ്. ഇത്രയും വലിയ എഞ്ചിൻസ് ഉപയോഗിച്ചാലും ഭൂമിയെ ഏറ്റവും സമീപമുള്ള നക്ഷത്ര വ്യൂഹത്തിൽ എത്തിക്കാൻ പോലും ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. കുറച്ചകലെയുള്ള നക്ഷത്ര വ്യൂഹങ്ങളിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ എടുക്കും. പക്ഷെ ഈ സമയമല്ല ഇവിടെ പ്രശ്നം. ഇത്രയും കാലത്തേക്ക് ഇത്രയും വലിയ എഞ്ചിൻസ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനം ഭൂമിയിൽ ഇല്ല എന്നതാണ് പ്രശ്നം. ഭൂമിയിലെ സകലത്തിനെയും ഇന്ധനമായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതിയാലും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ഭൂമിയുടെ വലിയൊരു ഭാഗവും ഇന്ധനമായിട്ട് ഉപയോഗിച്ച് തീർക്കേണ്ടി വരും. ഇന്ധനത്തിനു വേണ്ടി എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയാലും മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ഭൂമി എന്നത് ഒരു ദൃഢമായ സ്റ്റീൽ ബോൾ അല്ല. ഭൂമിക്ക് പല പല പാളികളുണ്ട്. ഈ പാളികളെല്ലാം കറങ്ങുകയും പരിവർത്തനപ്പെടുകയും പിളരുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും മുകളിലത്തെ പാളിയായ ക്രസ്റ്റ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ മുട്ടത്തോട് പോലെയാണ്. എർത്ത് എഞ്ചിൻസ് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിൽ ഭൂമിയുടെ പാളികളെല്ലാം തന്നെ ഉലയും. ക്രസ്റ്റ് ചിലപ്പോൾ പൂർണ്ണമായും തകർന്നു പോകും. ഇതിന്റെയൊക്കെ അനന്തരഫലമായി ലോകം മുഴുവൻ മാരകമായ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. അതിഭയാനകമായ സുനാമികൾ ഉണ്ടാകും. പിന്നാലെ മാരകമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സംഭവിക്കും. ഇതൊക്കെ കാരണം ഭൂമിയിലെ സകല ജീവനും നശിക്കും.
സൂക്ഷ്മജീവികളെങ്കിലും ബാക്കി കാണുമോ എന്നത് സംശയമാണ്. അപ്പോൾ പിന്നെ എർത്ത് എഞ്ചിൻസ് ഉപയോഗിച്ച് ഭൂമിയെ രക്ഷിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ശക്തി മാത്രം ഉപയോഗിച്ച് ഭൂമിയെ ചലിപ്പിക്കാൻ പറ്റില്ല എന്നത് ഒന്നാമത്തെ ആശയത്തിൽ നിന്നും വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ വളരെ ലളിതമായ മറ്റൊരാശയമുണ്ട്. അതാണ് സോളാർ സെയിൽ. അതായത് ഭൂമിക്ക് സമീപം ഭൂമിയുടെ ഭ്രമണപഥത്തിന് മുന്നിലായിട്ട് ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഒരു വലിയ സോളാർ സെയിൽ സ്ഥാപിക്കും. ഈ സെയിലിന് തീരെ കട്ടി കുറവായിരിക്കും. മിക്കവാറും 2-3 മൈക്രോൺസിന്റെ കട്ടിയേ ഉണ്ടായിരിക്കൂ. ഓർക്കുക, ഒരു തലമുടിക്ക് പോലും ഏതാണ്ട് 50 മൈക്രോൺസ് കട്ടിയുണ്ട്. സെയിൽ കണ്ണാടി പോലെ വളരെ റിഫ്ലക്റ്റീവ് ആയിരിക്കും. സൂര്യപ്രകാശം സെയിലിൽ വന്ന് പതിക്കുകയും റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. അതിന്റെ ആഘാതത്തിൽ സെയിൽ സൂര്യനിൽ നിന്നും അകലേണ്ടതാണ്. എന്നാൽ അതേസമയം തന്നെ സൂര്യന്റെ ഗ്രാവിറ്റി സെയിലിനെ സൂര്യനിലേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്യും. അങ്ങനെ 2 ശക്തികളും തമ്മിൽ ക്യാൻസൽ ആവുകയും സെയിൽ വളരെ സ്റ്റേബിളായി സൂര്യന് ചുറ്റും വലം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. കനം കുറവാണെങ്കിലും ഇത്രയും വലിപ്പമുള്ളതിനാൽ ഈ സെയിലിന് പല ശതകോടിക്കണക്കിന് ടൺ ഭാരമുണ്ടായിരിക്കും. ഈ ഭാരത്തിന്റെ ഗ്രാവിറ്റി ഭൂമിയെ ചെറിയ രീതിയിൽ പിടിച്ചു വലിക്കും. അനന്തരഫലമായി ഭൂമിയുടെ ഓർബിറ്റൽ വെലോസിറ്റി, അതായത് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന വേഗത വർദ്ധിക്കും. കാലക്രമേണ ഈ വേഗത എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ ഒരുപാട് അധികമാവുകയും അങ്ങനെ സൂര്യന്റെ ഗ്രാവിറ്റിയെ ഭേദിച്ച് അതിവേഗത്തിൽ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭൂമിയെ നമുക്ക് പൂർണ്ണമായും സംരക്ഷിക്കാനാകും. പ്രത്യേകിച്ച് കാര്യമായ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ഇതിനും ഒരു വലിയ പോരായ്മയുണ്ട്. എന്താണെന്നാൽ ഈ രീതിയിൽ ഭൂമിയെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. കാരണം സൂര്യനിൽ നിന്നും അകലുന്നതിനനുസരിച്ച് സൂര്യപ്രകാശം ദുർബലമായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഏകദേശം ജൂപ്പിറ്ററിന്റെ അത്രയും ദൂരത്തിൽ എത്തുമ്പോഴേക്കും ഈ സോളാർ സെയിൽ പൂർണ്ണമായും ഉപയോഗശൂന്യമാകും. അതിനുശേഷം പിന്നെ ഭൂമിയുടെ വേഗത വർദ്ധിക്കില്ല. അതുവരെ കൈവരിച്ച വേഗത്തിൽ തന്നെ എന്നേക്കുമായി സഞ്ചരിക്കേണ്ടി വരും. സോളാർ സിസ്റ്റത്തിന് പുറത്തു കടക്കാൻ തന്നെ പല ദശലക്ഷം വർഷങ്ങളെടുക്കും. ശേഷം മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലെത്താനാണെങ്കിൽ ചിലപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. മറ്റൊരു കാര്യം, ഈ ആശയം വെറും ഒരു സിദ്ധാന്തമോ സാങ്കല്പികതയോ അല്ല. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. സോളാർ സെയിൽസ് ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന സാറ്റലൈറ്റ്സിനെ ജാക്സയും നാസയും ഒക്കെ 2010 തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനവും ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. ഈ നിയമം ഉപയോഗിച്ച് ഭൂമിയെ ചലിപ്പിക്കാം എന്നുള്ള ഒരു ആശയമാണ് മാസ് ഡ്രൈവർ എർത്ത് എഞ്ചിൻ. എന്തെങ്കിലും എടുത്തെറിഞ്ഞാൽ എറിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇങ്ങനെയാണ് റോക്കറ്റ്സ് പ്രവർത്തിക്കുന്നത്. പിന്നിലൂടെ എക്സോസ്റ്റ് വരുന്നതിനാൽ റോക്കറ്റ് മുന്നിലേക്ക് സഞ്ചരിക്കുന്നു. ഇതേ കാര്യം തന്നെ ഭൂമിയിൽ ചെയ്താലോ? അതായത് അതിവേഗത്തിൽ ഭൂമിയിൽ നിന്നും എന്തെങ്കിലും ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ശക്തിയിൽ ഭൂമിക്ക് വളരെ ചെറിയ രീതിയിൽ ആക്സലറേഷൻ കിട്ടും. ഇങ്ങനെ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കല്പികമായ ഒരു യന്ത്രമാണ് മാസ് ഡ്രൈവർ. അതിഭീമാകാരമായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ലോഞ്ചറാണ് മാസ് ഡ്രൈവർ. സാധാരണ ഇന്ധനത്തിന് പകരം ഇത് ഇലക്ട്രിസിറ്റി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓരോ തവണ ലോഞ്ച് ചെയ്യുമ്പോഴും വളരെ ചെറിയ രീതിയിൽ ഭൂമി ആക്സലറേറ്റ് ആകും. അങ്ങനെ കോടിക്കണക്കിന് തവണ ലോഞ്ച് ചെയ്യുമ്പോൾ ഭൂമിയെ സൗരയൂഥത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ആക്സലറേറ്റ് ചെയ്യാം. പക്ഷെ ഇതിന് ചില പോരായ്മകളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഊർജമാണ്. ഇതിനാവശ്യമായ ഒരു വലിയ മാസ് ഡ്രൈവർ പ്രവർത്തിപ്പിക്കാൻ ഇന്ന് ഭൂമിയിലെ സകല മനുഷ്യരും ഉപയോഗിക്കുന്നതിന്റെ പല ലക്ഷക്കണക്കിന് മടങ്ങ് ഊർജം വേണം. അതും പല കോടി വർഷങ്ങളോളം കാലം നിരന്തരമായിട്ട് ലഭിക്കുകയും വേണം. ഒരുപക്ഷെ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഇത്രയും ഊർജം കണ്ടെത്തുമെന്ന് കരുതാം. എന്നിരുന്നാലും മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. അതാണ് മാസ്. ലോഞ്ച് ചെയ്യാനുള്ള മാസ്, അതായത് വസ്തുക്കൾ വെറുതെ വായുവിൽ നിന്നും മാജിക്കലി ഉണ്ടാക്കുന്നതല്ല. ഭൂമിയിൽ തന്നെയുള്ള വസ്തുക്കളെയാണ് ലോഞ്ച് ചെയ്യേണ്ടത്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം സൂര്യന്റെ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ ഭൂമിയെ ആക്സലറേറ്റ് ചെയ്യിക്കണമെങ്കിൽ പോലും ഭൂമിയുടെ 15% മാസിനെ ലോഞ്ച് ചെയ്യേണ്ടി വരും. കൂടുതൽ വേഗത കൈവരിക്കണമെങ്കിൽ വീണ്ടും കൂടുതൽ മാസ് ലോഞ്ച് ചെയ്യണം. പക്ഷേ 15% പോലും അത്രത്തോളം പ്രായോഗികമായ ഒന്നല്ല. എന്തെന്നാൽ ഒരു പരിധിക്കപ്പുറം മാസ് കുറച്ചാൽ ഭൂമിയുടെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി തന്നെ ഇല്ലാതാകും. ഭൂമിയുടെ പാളികളെല്ലാം ഇളകി മറിയും. അപ്പോൾ നേരത്തെ എർത്ത് എഞ്ചിൻസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ തീവ്രമായിരിക്കുമെന്ന് മാത്രം. അനന്തരഫലമായി ചിലപ്പോൾ ഭൂമി മൊത്തത്തിൽ തകർന്നു പോകും. അതുകൊണ്ട് ഈ രീതിയിൽ ഒരു പരിധിക്കപ്പുറം ഭൂമിയെ ആക്സലറേറ്റ് ചെയ്യിക്കാനാകില്ല. വേണമെങ്കിൽ ആസ്ട്രോയിഡ്സിനെയും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും എടുക്കുന്ന പദാർത്ഥങ്ങളെയും ഒക്കെ ഭൂമിയിൽ കൊണ്ടുവന്ന് അതിനെയെല്ലാം ലോഞ്ച് ചെയ്യാം.
പക്ഷേ എന്നിരുന്നാലും അപ്പോഴും ഭൂമിയുടെ നല്ലൊരു ശതമാനം മാസ് ഉപയോഗിക്കേണ്ടി വരും. പ്രത്യേകിച്ച് മറ്റൊരു നക്ഷത്രവ്യൂഹത്തിലേക്ക് പോകണമെങ്കിൽ എന്തായാലും ഭൂമിയുടെ മാസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു കടന്നാൽ പിന്നെ ലോഞ്ച് ചെയ്യാനായിട്ട് ആസ്ട്രോയിഡ്സും മറ്റ് പ്ലാനറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇതും ഒട്ടും തന്നെ പ്രായോഗികമാണെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ വികസിക്കുന്ന സൂര്യനിൽ നിന്നും രക്ഷപ്പെടാൻ ഭൂമിയെ സൂര്യനിൽ നിന്നും അകറ്റാമെന്നല്ലാതെ മാസ് ഡ്രൈവർ ഉപയോഗിച്ച് എന്തായാലും മറ്റൊരു നക്ഷത്രവ്യൂഹത്തിലെത്താൻ കഴിയില്ല. അങ്ങനെ പോകാൻ ശ്രമിച്ചാൽ അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും ഭൂമിയുടെ കോർ പോലും ബാക്കിയുണ്ടാകില്ല. മറ്റൊരു കാര്യം, മാസ് ഡ്രൈവറിനെ സാങ്കല്പികമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഭൂമിയെ ചലിപ്പിക്കുന്ന അത്രയും വലിയൊരു മാസ് ഡ്രൈവറിന്റെ കാര്യമാണ്. അല്ലാതെ മിലിറ്ററി ആവശ്യങ്ങൾക്കും ട്രാൻസ്പോർട്ടേഷനുമൊക്കെ വേണ്ടി ചെറിയ രീതിയിലുള്ള മാസ് ഡ്രൈവേഴ്സിനെ പണ്ടേ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ക്രാഫ്റ്റുകൾ വേഗത കൈവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഗ്രാവിറ്റി അസിസ്റ്റ്. അതായത് ഏതെങ്കിലും ഗ്രഹത്തിന് സമീപത്ത് കൂടെ പോകുമ്പോൾ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി സ്പേസ് ക്രാഫ്റ്റിനെ ചെറുതായിട്ട് പിടിച്ചു വലിക്കും. അത് കാരണം സ്പേസ് ക്രാഫ്റ്റിന് കൂടുതൽ വേഗത കൈവരിക്കാനാകും. ഇതേ ടെക്നിക് ഉപയോഗിച്ച് ഭൂമിയെയും ആക്സിലറേറ്റ് ചെയ്യാനാകുമെന്ന് പറയുന്ന ഒരു ആശയമാണ് ആസ്ട്രോയിഡ് ഗ്രാവിറ്റി അസിസ്റ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ വലിയ ഉൽക്കകളെ ഭൂമിക്ക് സമീപത്ത് കൂടെ കടന്നു പോകുന്ന രീതിയിൽ ദിശ തിരിപ്പിച്ചു വിടണം. ഓരോ ഉൽക്കയും ഭൂമിക്ക് സമീപത്ത് കൂടെ പോകുമ്പോഴും ഭൂമിയുടെ സഞ്ചാര വേഗത വർദ്ധിക്കും. അത് പക്ഷേ വളരെ വളരെ ചെറിയ രീതിയിലുള്ള ആക്സിലറേഷൻ മാത്രമായിരിക്കും. എന്നിരുന്നാലും ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇത് ആവർത്തിച്ചാവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരുന്നാൽ ഒരുപാട് കാലം കഴിയുമ്പോൾ സൗരയൂഥത്തിൽ നിന്നും പുറത്തു കടക്കത്തക്ക വിധത്തിൽ ഭൂമി ആക്സിലറേറ്റ് ആകും. പക്ഷേ ഇതിന് വളരെ വലിയൊരു പ്രശ്നമുണ്ട്. ആസ്ട്രോയിഡ്സിനെ ദിശ തിരിപ്പിച്ച് ഭൂമിക്ക് സമീപത്ത് കൂടെ വിടുന്നത് വളരെ മാരകമായ ഒരു തീക്കളിയാണ്. ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ അതിസൂക്ഷ്മമായി ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും ദിശ തിരിപ്പിച്ച് വിടുന്ന ഉൽക്ക ഒരുപക്ഷെ ഭൂമിയിൽ വന്ന് പതിക്കും. ഭീമാകാരമായ ഉൽക്കകളെ വെച്ചാണ് നമ്മൾ ഈ തീക്കളി കളിക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ഉൽക്ക വന്ന് ഭൂമിയിൽ പതിച്ചാലും അത് ലോകത്തിന്റെ അന്ത്യം കുറിക്കും. സെക്കൻഡ് ചാൻസ് എന്നൊരു കോൺസെപ്റ്റ് പോലും പിന്നെയില്ല. വെറും പൂർണ്ണമായ എക്സ്റ്റിങ്ഷൻ ആയിരിക്കും. ഓർക്കുക, ഇത് ഒന്നോ രണ്ടോ ഉൽക്കകളെ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ തവണ മാത്രം ചെയ്യുന്ന കാര്യമല്ല. 100 കണക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ 1000 കണക്കിനോ ഉൽക്കകളെ ഉപയോഗിച്ച് പല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നിസ്സാരമായ പിഴവ് പറ്റിയാൽ പോലും ലോകത്തിന് സർവനാശമാണ്. ഇതുവരെ വളരെ സാവധാനത്തിലുള്ളതും സങ്കീർണവും അത്യധികം ക്ഷമ ആവശ്യമുള്ളതുമായ ആശയങ്ങളാണ് കണ്ടത്. പക്ഷേ നമുക്ക് അത്രയും ക്ഷമയില്ലെങ്കിലോ? ലക്ഷക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കുന്നതിന് പകരം അതിവേഗത്തിൽ ഭൂമിയെ ആക്സലറേറ്റ് ചെയ്യിക്കണമെങ്കിലോ? അതിനുവേണ്ടി കൂടുതൽ തീവ്രവും മാരകവുമായ ഒരു ആശയമുണ്ട്. അതാണ് കൺട്രോൾഡ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ്. ഈ ആശയം വളരെ ലളിതമാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരെയും കഴിയുന്നത്ര ജീവജാലങ്ങളെയും എല്ലാം ഭൂമിയുടെ ഒരു വശത്തിൽ കൊണ്ടുവരണം. ശേഷം മറുവശത്തിൽ ഭീമാകാരമായ ന്യൂക്ലിയർ ബോംബുകൾ ഒരുപാട് തവണ പൊട്ടിക്കണം. ഓരോ വിസ്ഫോടനവും വൻതോതിലുള്ള ഊർജം പുറത്തുവിടും. അത് ഭൂമിയെ പതിയെ പതിയെ ആക്സലറേറ്റ് ചെയ്യിക്കും. പല ദശലക്ഷക്കണക്കിന് തവണ ന്യൂക്ലിയർ വിസ്ഫോടനങ്ങൾ നടത്തുമ്പോൾ ഭൂമി വളരെയധികം വേഗത കൈവരിക്കും. പല കോടിക്കണക്കിനും ദശലക്ഷക്കണക്കിനും വർഷങ്ങൾക്ക് പകരം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയെ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിൽ എത്തിക്കാം. ഇതിന് സമാനമായ ഒരു സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിക്കാൻ പണ്ട് US മിലിറ്ററി പ്ലാൻ ചെയ്തിരുന്നു. അതായത് ന്യൂക്ലിയർ വിസ്ഫോടനത്തിന്റെ ശക്തിയിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യും. ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ പിന്നിൽ വേറെയും ഒരുപാട് ചെറിയ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടായിരിക്കും. ഉയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ ഈ ബോംബുകളെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്പേസ് ക്രാഫ്റ്റ് അതിവേഗത്തിൽ ആക്സിലറേറ്റ് ആകും. ഈ പ്ലാൻ വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ സേഫ്റ്റിയുടെ പേരിൽ ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ പദ്ധതി അവരെ ക്യാൻസൽ ചെയ്തു. ഓർക്കുക, മനുഷ്യരാശി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒന്നാണ് ന്യൂക്ലിയർ വിസ്ഫോടനങ്ങൾ. എന്നിട്ടും റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യാൻ ഇപ്പോഴും നമ്മൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഉപയോഗിക്കുന്നില്ല. വെറും ഒരു സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോലും ന്യൂക്ലിയർ വിസ്ഫോടനങ്ങൾ സേഫ് അല്ല എങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസിലൂടെ ഭൂമിയെ തന്നെ ചലിപ്പിക്കുന്നത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സ്പേസ് ക്രാഫ്റ്റിനെ വേണമെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് താങ്ങും വിധത്തിൽ ഡിസൈൻ ചെയ്യാം. പക്ഷേ ഭൂമിയെ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാനാകില്ല. അതിനാൽ ഓരോ ന്യൂക്ലിയർ വിസ്ഫോടനവും ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. നിലങ്ങൾ മുഴുവൻ നീരാവിയാകും. ആവാസ വ്യവസ്ഥകളെല്ലാം തകരും. അന്തരീക്ഷം മുഴുവൻ അലങ്കോലമാകും. ഈ വിസ്ഫോടനങ്ങളുടെ ശക്തിയിൽ ഭൂമിയുടെ ക്രസ്റ്റ് ആകെ ഇളകി മറിയും. അനന്തരഫലമായി നേരത്തെ എർത്ത് എഞ്ചിൻസിന്റെ കാര്യത്തിൽ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം 100 കണക്കിന് മടങ്ങ് ശക്തിയിൽ സംഭവിക്കും. ഈ ആശയം അനുസരിച്ച് ഭൂമിയെ വളരെ വേഗത്തിൽ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിൽ എത്തിക്കാനാകും. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഭൂമിയിലെ സകല ജീവനും പൂർണ്ണമായും വംശനാശം സംഭവിക്കും.
മനുഷ്യര് ഒരുപക്ഷെ എങ്ങനെയെങ്കിലും അതിജീവിക്കുമായിരിക്കാം. എന്നിരുന്നാലും ഒരു തരത്തിലുമുള്ള ജീവനും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഭൂമി പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് പിന്നെ മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഭൂമിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ വെറും വേസ്റ്റ് ആയി പോകും. ഭൂമിയെ മറ്റൊരു നക്ഷത്രവ്യൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിക്കും ഭ്രാന്തമായ ഒരു ആശയമാണ്. ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ ഓരോ വലിയ ചുവടുവയ്പും ഒരിക്കൽ അസാധ്യമായി തോന്നിയിരുന്നവയാണ്. ആകാശത്ത് പറന്നുയരുന്നതും ചന്ദ്രനിൽ കാലുകുത്തുന്നതും അന്യഗ്രഹങ്ങളിൽ പര്യവേഷണം നടത്തുന്നതും അങ്ങനെ എല്ലാം തന്നെ വെറും സ്വപ്നങ്ങളായിരുന്നു. എന്നിരുന്നാലും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മനുഷ്യരാശിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ഒരു വഴി കണ്ടെത്തിയിട്ടുമുണ്ട്. അതിനാൽ ഒരുപക്ഷെ ഒരു ദിവസം സൂര്യൻ ഭീഷണിയായി മാറുമ്പോൾ മനുഷ്യരാശി ഭൂമിയിൽ നിന്നും ഭയം നോടി രക്ഷപ്പെടുന്നതിന് പകരം ഭൂമിയെ ഒപ്പം കൊണ്ടുപോകുമായിരിക്കും. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.